എല്ലാവർക്കും ഇങ്ങനെ ഇരിക്കുവാൻ കഴിയുന്ന ഒരു ചുറ്റുപാട് കേരളത്തിലുണ്ടായത് നമ്മുടെ പ്രദേശത്ത് തന്നെയുണ്ട്. ഇപ്പോൾ വഴി നടക്കാനും അമ്പലത്തിൽ കയറാനും എല്ലാം ഉള്ള സമരത്തിന് നേതൃത്വം കൊടുത്ത പ്രസ്ഥാനം നമ്മുടെയാണ്. ബിജെപിയെ പോലുള്ള അല്ലെ RSS പോലുള്ള സംഘടനകൾ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ പാവപ്പെട്ട പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാരടക്കം ഇന്ന് അമ്പലത്തിൽ പോയി യാഗിയൊക്കെ കെട്ടി നമുക്കെതിരായി ശബ്ദമുയർത്തുന്ന അല്ലെ നമ്മുടെ ഭവനങ്ങളിൽ തന്നെ ഉള്ള ഒരു സ്ഥിതി നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇപ്പോൾ നമ്മൾ അവരോട് കാര്യങ്ങൾ പറയേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. സംഭവം എന്താണ്? നമ്മളെ സംബന്ധിച്ച് എന്റെ കുഞ്ഞുങ്ങളെ പട്ടിയും പൂച്ചയും ഒക്കെ നടക്കുന്ന വഴിയിലൂടെ നമ്മുടെ പൂർവികർക്ക് നടക്കാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ പട്ടിയും പൂച്ചയും നടക്കുന്ന വഴിയിലൂടെ മനുഷ്യനെ നടത്തുവാൻ ഈ പാർട്ടി നടത്തിയ സമരത്തിന്റെ ഭാഗമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരും. വൈക്കം സത്യാഗ്രഹത്തെ സംബന്ധിച്ചും ഗുരുവായൂർ നടത്തിയ സമരത്തെ സംബന്ധിച്ചും എല്ലാ ഹിന്ദുക്കൾക്കും അമ്പലത്തിൽ കയറാൻ വേണ്ടിയായിരുന്നു. അവിടെ അഹിന്ദുക്കൾക്ക് കയറാനല്ല. അങ്ങനെ പട്ടിയും പൂച്ചയും അടക്കം നടക്കുന്ന വഴിയിലൂടെ മനുഷ്യരെ നടക്കുവാനും മാറുമടക്കുവാനും അവകാശം ചോദിച്ചു മേടിക്കുവാനും ജോലി ചെയ്ത കൂലി നിവർന്നു നിന്ന് മേടിക്കുവാനും എല്ലാം ഞങ്ങളെയും നമ്മുടെ പൂർവികരെയും പഠിപ്പിച്ച അല്ലെങ്കിൽ അവരെ സംരക്ഷിച്ച പ്രസ്ഥാനമാണിത് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട വർത്തമാന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ ഇടയിലേക്ക് ഹിന്ദുരാജ്യമെന്ന് പറഞ്ഞു വരുന്ന ആളുകൾ 925 RSS രൂപീകരിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് നമ്മളെല്ലാം പ്രവർത്തിക്കുന്നത് എന്താ? ഇന്ത്യയിൽ സോഷ്യലിസം ഉണ്ടാകണം, എല്ലാവരും തുല്യരായി കഴിയുന്ന ഒരു സാമൂഹിക പശ്ചാത്തലം രൂപപ്പെടുത്തിയെടുക്കുക. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യം. അവിടെ വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ല, എല്ലാവരും തുല്യം. നമ്മള് ഓണം ആഘോഷിക്കുമ്പോൾ പറയുന്ന പോലെ കള്ളവൊന്നും ഇല്ലാത്ത അധികവും ഇല്ലാത്ത വലിയൊരു കാഴ്ചപ്പാടാണ് നമ്മുടെ മുന്നിലുള്ളത്. അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഉയർത്തിക്കൊണ്ട് വരുന്നതുകൊണ്ടാണ് നമ്മുടെ പല ആളുകളും ചോദിക്കുന്ന പോലെ എന്താ ഇത്ര നാളായല്ലോ എന്താ അധികാരത്തിലേക്ക് വരാത്തത്? അധികാരത്തിലേക്ക് വരാൻ വർഗശത്രുക്കൾ സമ്മതിക്കുന്നില്ല. ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് തൊഴിലാളികൾ അധികാരത്തിലേക്ക് വരാനും അവരുടെ കീഴിൽ ഒരേപോലെ നിൽക്കുവാനും പറ്റുമോ? ഇന്ത്യയിലെ ജന്മിത്വത്തിന് അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. കേരളത്തിലേ ഉള്ളൂ ജന്മിത്വം അവസാനിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇന്നും ജന്മിത്വം നിലനിൽക്കുകയാണ്. അവിടെ ജാതി വിവേചനം നിൽക്കുകയാണ്. അവിടെ അടിമകളെ പോലെ പാവപ്പെട്ട തൊഴിലാളികൾ ജീവിക്കുകയാണ്. അവരെയെല്ലാം കൈകാര്യം ചെയ്യുന്നതും അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നതുമെല്ലാം ജന്മിത്വമാണ്. ആ ജന്മിത്വത്തിന്റെ ഉത്തരവാദിത്വം അവർ സംരക്ഷിക്കുന്നത് കോർപ്പറേറ്റുകളെയാണ്. ആ കോർപ്പറേറ്റുകളുടെ സംരക്ഷണയിൽ അവർ നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് ഈ പ്രതിസന്ധി നിലനിൽക്കുന്നത്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചു വന്നത് നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മൾ ഹിന്ദുക്കളെല്ലാം ഒന്നാണ്. നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കേരളത്തിൽ രൂപപ്പെടുത്തിക്കൊണ്ടുവന്ന ഒരു പുതിയ സംവിധാനമുണ്ട്. നമ്മൾ ഒരു ഘട്ടത്തിൽ മുസ്ലിം തീവ്രവാദവും ഹിന്ദു തീവ്രവാദവും പറഞ്ഞിരുന്നു. അതിനിടയ്ക്ക് ഇപ്പോൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് ക്രിസ്ത്യൻ വിഭാഗത്തിനിടയിൽ കാസ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനം രൂപപ്പെടുത്തിക്കൊണ്ടുവന്നത് അവർ പറയുന്നത് മുസ്ലിങ്ങളാണ് കുഴപ്പക്കാരെന്നാണ് അവരെയും പഠിപ്പിക്കുന്നത്. കാര്യം ഹിന്ദു സമുദായത്തിന്റെ ഹിന്ദു വർഗീയവാദികൾ അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മുസ്ലിം കക്ഷികളാണ് ഈ രാജ്യത്തിന്റെ കുഴപ്പം, അവർക്ക് രാജ്യം വേറെ ഉണ്ടല്ലോ, അവരങ്ങ് പൊക്കോളും, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കെല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കാമെന്നാണ് അവരെ ഇപ്പൊ ധരിപ്പിച്ചേക്കുന്നത്. പക്ഷേ RSS 925 രൂപീകരിക്കുമ്പോൾ കൃത്യമായി അവര് കോൾവർക്കർ എഴുതിയ വിചാരധാര എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ഒന്നാമത്തെ ശത്രു ഇന്ത്യയിലെ മുസ്ലിങ്ങളാണ്, രണ്ടാമത്തെ ശത്രു ഇന്ത്യയിലെ ക്രിസ്ത്യാനികളാണ്, മൂന്നാമത്തെ ശത്രു ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകളാണ്, നാലാമത്തെ ശത്രുക്കളാണ് പട്ടികജാതി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. ഇതെവിടെയാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്? നമ്മുടെ മനുസ്മൃതിയിൽ പറയുന്ന വളരെ ചാതുർവർണ്ണയത്തിന്റെ വക്താക്കളാണ് ഈ പറയുന്നത്. എവിടെയാ? ബ്രാഹ്മണ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്ന് പറയുന്ന ശൂദ്രത്തിനകത്ത് ബ്രഹ്മാവിന്റെ പാദത്തിനാണ് ശൂദ്രൻ ഉണ്ടായെന്നാണ് പറയുന്നത്. ആ ശൂദ്രത്തിനകത്ത് നായർ സമുദായം വരുന്നുള്ളൂ. ആ നായർ സമുദായത്തിന് വേദം പഠിക്കാൻ പറ്റത്തില്ലായിരുന്നു, അതറിയാമല്ലോ. അപ്പോ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തെ സ്മരിക്കുന്ന ആ ചാതുർവർണ്ണ വ്യവസ്ഥിതി നടപ്പിലാക്കാൻ വരുന്ന രാഷ്ട്രീയ അതിന്റെ നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് RSS. അതുകൊണ്ടാണ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ RSS ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്കെതിരായി നടത്തുന്ന പ്രവർത്തനം. ഇവിടെ കയ്യെ രാഗി കേട്ടുകൊണ്ട് അവരുടെ നിലപാട് മാറുന്നില്ല. നമ്മുടെ ഇവിടെ അതുമാണ് മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം വരുന്ന ഈഴവാദി പിന്നോക്ക വിഭാഗങ്ങളെ മനുഷ്യരായി പോലും പരിഗണിക്കാത്ത ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് RSS. അതുകൊണ്ടാണ് ഈ അടുത്ത ദിവസം ഒരു ആള് ഞാൻ BJPയുടെ OBC മോർച്ചയുടെ സ്ഥാനത്ത് നിന്ന് ഒഴിയുകയാണെന്ന് പറഞ്ഞത്. കാര്യം അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല, അവര് ബ്രാഹ്മണ്യത്തിന്റെ ആളുകളാണ്. അപ്പൊ ഇതെല്ലാം ബോധ്യപ്പെട്ട് പുതിയ തലമുറയുടെ അവസ്ഥ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം നമുക്ക് നിർവഹിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് അവരുടെ ഹിന്ദു രാഷ്ട്രത്തിനകത്ത് ഉൾപ്പെടാത്തവരാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാം. അതുകൊണ്ട് അതെല്ലാം പറഞ്ഞുകൊടുത്ത് നമ്മുടെ ഇടയിലേക്ക് നമ്മളിപ്പോ പറഞ്ഞ
നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്നത് നമ്മുടെ ബലം കൊണ്ടാണ് ഈ കേരളം പിടിച്ചു നിൽക്കുന്നതെന്ന് യാഥാർത്ഥ്യം തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഇവിടെ ഈ പറഞ്ഞ പോലെ ഇവിടെ ആരാധനാലയങ്ങൾ പൊളിക്കാൻ വരുമ്പോൾ നമ്മളതെ പിടിക്കുന്നതും അത് പൊളിക്കണ്ടെന്ന് പറയുന്നതും അത് പൊളിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതും മാരാമൻ കൽക്കട്ട പൊളിക്കാൻ വന്നപ്പോൾ പൊളിച്ചാൽ ഞങ്ങൾ ഇപ്പുറത്ത് നിന്നതിനെ തടയുമെന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ടാന്ന് വെച്ചതും നമ്മുടെ നിലയ്ക്കൽ സംഭവം ഉണ്ടായപ്പോഴും സെമിത്തേരി പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും എല്ലാം നമ്മുടെ സമൂഹത്തിലേക്ക് വിഷയങ്ങൾ ബോധപൂർവമായി കൊണ്ടുവരുമ്പോൾ അതിനെ ചെറുക്കുവാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കരുത്തുണ്ട്. അതിന് ഗവൺമെന്റുകൾ അത്തരത്തിലാണ് ഇടപെടുന്നത്. അതെല്ലാം തിരിച്ചറിയാൻ നമ്മുടെ പാർട്ടി സഖാക്കൾക്ക് കഴിയണം എന്നുള്ളതാണ് വൈകിയ വേളയിൽ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ ഗവൺമെന്റിനെ സംബന്ധിച്ച് പോരായ്മകൾക്കകത്ത് നിന്നുകൊണ്ടും നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് തരാതിരിക്കുമ്പോഴും ഇപ്പൊ നിങ്ങൾക്കറിയാം ആരോഗ്യ മേഖലയിൽ ഇത്രയേറെ പ്രശ്നങ്ങളുള്ളപ്പോഴും ഗവൺമെന്റ് നമുക്ക് തരേണ്ട പണം കൃത്യമായി ആരോഗ്യ മേഖലയിൽ കാര്യം ഈ ടാക്സ് GST വന്നതോടുകൂടി പൂർണ്ണമായും കേന്ദ്ര സർവീസിലേക്കാണ്. നമ്മൾ കടയിൽ നിന്ന് സാധനം മേടിക്കാൻ പോകുന്നവർക്കറിയാം GST അവരടയ്ക്കുന്നത് ഈ സംസ്ഥാന ടാക്സും കേന്ദ്ര ടാക്സും എന്നും പറഞ്ഞാണ് GST ഉള്ളത്. പക്ഷെ അടയ്ക്കുന്ന ഒരു കെട്ടിലാണ്. ആ ഒരു കെട്ടിൽ അടയ്ക്കുന്നതുകൊണ്ട് തന്നെ തിരിച്ചു നമുക്ക് തരണം. അത് തരാതിരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ നടക്കാതിരിക്കുന്നത്. അതുകൊണ്ടാണ് ആശാ വർക്കർമാർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കാൻ നമുക്ക് പറ്റാത്തത്. അതുകൊണ്ടാണ് അംഗനവാടി പ്രവർത്തകർക്ക് കൊടുക്കാൻ പറ്റാത്തത്. SC കുട്ടികളുടെ സ്കോളർഷിപ്പ് ഫലപ്രദമായി അവർ തരാതിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം തടയാനുള്ള ശ്രമം നടത്തുമ്പോൾ ആ ശ്രമങ്ങളെ ബോധപൂർവമായി മറച്ചുവെച്ചുകൊണ്ട് BJPയും കോൺഗ്രസും ഒന്നിച്ചു നിന്നുകൊണ്ട് നമ്മളാണ് കുഴപ്പക്കാരെന്ന് വരുത്തി തീർക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർക്കുണ്ട്. ആ പ്രവർത്തനം നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. മറ്റു കാര്യങ്ങൾ